ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അഫമൻ യഖ്ലുഖു കമല്ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്ന പടച്ചവനുണ്ടല്ലോ അവനും സൃഷ്ടിക്കാത്തവരും തുല്യമാണോ? ഒരിക്കലും ഒരു സൃഷ്ടി സൃഷ്ടാവിനോട് തുല്യമാകൂല. അതുകൊണ്ട് ആരാധന ആ സൃഷ്ടാവിന് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. വേറെ ഒരു വ്യക്തിക്കും സൃഷ്ടിക്കും ആരാധനക്കർഹതയില്ല. ആദരവ് പലരെയും ആദരിക്കേണ്ടതുണ്ട്. എൻ്റെ ബാപ്പയെ ഞാൻ ആദരിക്കണം, എൻ്റെ ഗുരുനാഥനെ ഞാൻ ആദരിക്കണം, പണ്ഡിതന്മാരെ ഞാൻ ആദരിക്കണം, സയ്യിദന്മാരെ ഞാൻ ആദരിക്കണം, പ്രായമുള്ളവരെ ഞാൻ ആദരിക്കണം, കഅബ ശരീഫിനെ ഞാൻ ആദരിക്കണം, പള്ളിയെ ഞാൻ ആദരിക്കണം, മദ്രസയെ ഞാൻ ആദരിക്കണം, പഠിക്കുന്ന പുസ്തകങ്ങളെ ആദരിക്കണം. അതേ അന്യമതത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും ഗുരുനാഥന്മാരെ ആദരിക്കണം, പ്രായമുള്ളവരോട് ആദരവ് വേണം. അങ്ങനെ ആദരവ് പലരോടും പല വിധത്തിലുള്ള ആദരവ് വേണം. പക്ഷെ ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണ് അവന് ആരാധനക്കർഹത അവന് മാത്രമായത്? അതിന്റെ കാരണം അവനല്ലാതെ സൃഷ്ടാവില്ല, പടച്ചവൻ അവനല്ലാതെ ഇല്ല. അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടാവായ റബ്ബ് ഖലഖൽ മൗത വൽ ഹയാത. അതേ ജീവിതം പടക്കുന്നവനും അവനാണ്, മരണത്തെ പടക്കുന്നവനും അവനാണ്. അതുകൊണ്ടല്ലേ മരിക്കണമെന്ന് ഉദ്ദേശിച്ചു ഒരാൾ ഒരു നല്ല കയറുമെടുത്ത് തൂങ്ങിച്ചാകാൻ പോയി. അദ്ദേഹം അങ്ങനെ തൂങ്ങാൻ വേണ്ടി പോയി തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ അദ്ദേഹം കയറൊക്കെ കെട്ടി തൂങ്ങി. അതാ ആ തൂങ്ങലങ്ങ് തുടങ്ങുമ്പോഴേക്ക് പെട്ടെന്നൊരാൾ സൈക്കിളിലൂടെ ഇങ്ങ് വന്നു. അവൻ ഓടി വന്നിട്ട് അവന്റെ കയ്യിലുള്ളൊരു കത്തിയെടുത്ത് അവനതാ ആ കയറ് അറുത്തിട്ടപ്പോൾ ഈ തൂങ്ങി മരിക്കാൻ പോയവൻ പിന്നെ കുറെ കൊല്ലം അരത്തൂങ്ങിയായി ജീവിക്കേണ്ടി വന്നു. അവൻ ആ തൂങ്ങൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അള്ളാഹു മരണം അവിടെ പടച്ചില്ല. മരിക്കാൻ ഉദ്ദേശിച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് ഖലഖൽ മൗത വൽ ഹയാത, ജീവിതം പടക്കുന്നവനും റബ്ബാണ്. ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച രാജാവ് പക്ഷേ പെട്ടെന്ന് മറിഞ്ഞു വീണങ്ങ് മരിച്ചുപോയി. ജീവിതം പടക്കുന്നവനും റബ്ബാണ്, മരണത്തെ പടക്കുന്നവനും റബ്ബാണ്. എന്തിനാണ് ഇതൊക്കെ റബ്ബ് പടച്ചു വെച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നതെന്ന് ആ പടച്ചവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. തെറ്റിദ്ധരിച്ചു പോരുത്. അള്ളാഹ് പരീക്ഷിക്കാന്ന് പറയുമ്പോൾ നമ്മളെ ടീച്ചർമാരെയും ഉസ്താദ്മാരെയും പരീക്ഷ പോലെ വിചാരിക്കരുത്. അവരെ പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടി എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാകാത്ത കൊണ്ടുള്ള പരീക്ഷയാ. അള്ളാന്റെ മനസ്സിലായിട്ടുള്ള പരീക്ഷ അല്ല. അള്ളാഹ്ക്ക് ആദ്യം തന്നെ അറിയാം ഇവൻ എന്താണ്, ഇവന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. പിന്നെ എന്തിനാ പരീക്ഷിക്കുന്നത്? പരീക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നതിന് മുമ്പ്, രക്ഷിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ തോറ്റു എന്നുള്ളതും ജയിച്ചു എന്നുള്ളതും ബോധ്യപ്പെടുത്താനാണ്. പരീക്ഷ ഇല്ല ഞാൻ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഒരാളെ അള്ളാഹു തആല എന്ത് ചെയ്യൂല? പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു തആല ബോധ്യപ്പെടുത്താതെ ശിക്ഷിക്കൂല, ബോധ്യപ്പെടുത്താതെ രക്ഷിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മളെ റെക്കോർഡുകൾ മുഴുവനും വിതരണം ചെയ്ത് വായിക്കാൻ പറയും, വായിപ്പിക്കും നമ്മളെ കൊണ്ട്. അങ്ങനെ വായിപ്പിക്കുന്ന സമയത്ത് വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതാ ലൈതനീ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നന്മതിന്മ എഴുതിയ റിക്കാർഡ് കൊടുക്കുമ്പോ തിന്മ കൂടുതലുള്ളവൻ അത് വായിച്ചിങ്ങനെ പറയുന്നു, ഒറ്റ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. അവൻ സങ്കടം പറയാണ്. അതേ സമയത്ത് നന്മ കൂടുതലുള്ള നല്ല മനുഷ്യനോ അവന്റെ ആ റിക്കാർഡ് കിട്ടുമ്പോ റിസൾട്ട് വളരെ അനുകൂലമായ റിപ്പോർട്ടാണ്. ആ സമയത്ത് അവനതാ സന്തോഷത്തോടെ
എന്റെ ഈ റിക്കാർഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ഒരു കണക്ക് ചോദിക്കുന്ന സമയമുണ്ടെന്ന് ഞാൻ നേരത്തെ ഉറപ്പിച്ച് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് എന്റെ റിസൾട്ട് നോക്കൂ, എന്റെ റിക്കാർഡ് നോക്കൂ. നല്ല മാർക്ക് വാങ്ങിയ, റാങ്ക് വാങ്ങിയ കുട്ടി ആ മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് സന്തോഷത്തോടെ നിവർത്തി കാണിക്കും പോലെ പടച്ചവന്റെ കോടതിയിൽ മുഅ്മിനീങ്ങൾ, മുത്തഖീകൾ അത് കാണിക്കുന്നു. പടച്ച റബ്ബേ, ഞങ്ങളുടെ മദ്രസകളും പള്ളികളും ഞങ്ങളുടെ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഞങ്ങളുടെ സർവ്വ സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം അവിടെ സന്തോഷിക്കാനുള്ള വഴിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അതിന്റെയും പുറമേ, റിക്കാർഡിൽ ബോധ്യപ്പെടുത്തുന്നതിന്റെ പുറമേ, സുബ്ഹാനല്ലാഹ് വനദഉൽ മവാസീനൽ ഖിസ്താ, പടച്ച റബ്ബിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫഅമ്മാ മൻ ഥഖലത് മവാസീനുഹു فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. പടച്ചവന്റെ മുമ്പിൽ വെച്ച് തൂക്കുകയാണ്, എല്ലാവരുടെ മുന്നിൽ വെച്ച് തൂക്കുകയാണ്. എന്താണ് തൂക്കുന്നത്? സൽക്കർമ്മം തൂക്കുന്നു, ദുഷ്കർമ്മവും തൂക്കുന്നു. എന്നിട്ട് തൂക്കത്തിൽ സൽക്കർമ്മമാണോ കൂടുതലുള്ളത്, അവന് സ്വർഗപ്രവേശനം നൽകുന്നു. ദുഷ്കർമ്മമാണോ കൂടുതലുള്ളത്, അവനെ നരകത്തിലേക്ക് അയക്കുന്നു. കാരണം തൂക്കിയാല് മനസ്സിലാകുന്നത് പോലെ, തൂക്കിയാല് മനസ്സിലാകുന്നത് പോലെ അത്ര കൃത്യത അളന്നാ കിട്ടൂല. അതുകൊണ്ടാണ് 10 സെന്റ് ഭൂമി വാങ്ങിയപ്പോ അത് അളന്ന് കണക്കാക്കി. അതേ സമയത്ത് വളരെ ചുരുങ്ങിയൊരു 10 മില്ലിഗ്രാം സ്വർണം വാങ്ങിയപ്പോ അത് തൂക്കി കണക്കാക്കി. കാരണം അതത്രയും വിലയുള്ളതാ. ഇതുപോലെ ഇവന്റെ സ്വർഗ നരക അതാ ലബ്ധി കണക്കാക്കപ്പെടുന്ന കാര്യം പടച്ച റബ്ബിന്റെ അങ്ങേയറ്റത്തെ നീതിയാണ്. ശരിക്ക് തൂക്കിയിട്ട് കൂടുതൽ സൽക്കർമ്മമാണോ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പരീക്ഷ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണ്. പിന്നീട് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണ്. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ല, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. ആ അള്ളാഹുവിന്റെ സൃഷ്ടികളായ നാം അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. ആ അടിമത്വം പ്രകടിപ്പിച്ച് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ അവന്റെ അടിമകളും ആശ്രിതരുമാണ് മറ്റ് മതക്കാരും. അതുകൊണ്ട് തന്നെ ഒരു മതക്കാരനെയും ആക്രമിച്ചുകൂടാ. വർഗീയത ഉണ്ടാകാൻ പാടില്ല, ഭീകരവാദി ആകാൻ പാടില്ല, സമാധാനിയാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അൽ മുസ്ലിമു, ഒരു ശരിയായ മുസ്ലിം ആരാണ്? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റൊരാൾക്ക് ശല്യമില്ലാത്തവൻ. എല്ലാവരും നമ്മുടെ ശല്യത്തിൽ നിന്ന് സുരക്ഷിതരാകണം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ രഹസ്യം അല്ലാഹു അറിയുന്നു, നമ്മുടെ പരസ്യവും അല്ലാഹു അറിയുന്നു. അതുകൊണ്ട് തന്നെ പരസ്യത്തിൽ വളരെ നല്ലവനായി ജീവിക്കുന്നു, രഹസ്യത്തിൽ വളരെ മോശമാണ്. അങ്ങനെയാകാൻ പറ്റൂല. രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് മനുഷ്യന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാകണം. ചിലരുണ്ട് സുഹൃത്തുക്കളെ, ചിലര് അവരങ്ങാടിയിൽ നല്ല മനുഷ്യന്മാരാ, വീട്ടിലെത്തിയ ഭാര്യനോട് കടികടി എന്നുള്ള സ്വഭാവ. അത് പറ്റൂല. സ്വന്തം ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കേണ്ടേ ഭർത്താവാ, വേറൊരുത്തർക്ക് സമാധാനം കൊടുക്കാൻ കഴിയോ? അപ്പൊ ഭർത്താവ് ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നബി തങ്ങളുടെ പ്രസ്താവനയാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളിൽ സ്വന്തം ഫാമിലിക്ക് നല്ലവനാരാണോ അവനാണ് നിങ്ങളിൽ ഉത്തമന്മാർ. മൊയ്ലിയാരെ കാണുമ്പോൾ നല്ല സ്വഭാവം, തങ്ങളെ കാണുമ്പോൾ നല്ല സ്വഭാവം, പ്രവർത്തകരെ കാണുമ്പോൾ നല്ല സ്വഭാവം, ഭാര്യയുടെ അടുത്ത് കടികടി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നല്ലവരാവൂല. നല്ലവരാകണോ? ഭാര്യയുടെ നല്ല സ്വഭാവമാണ്. ചില സ്ത്രീകളുണ്ട് സുബ്ഹാനല്ലാഹ്, അവർ പലരോടും നല്ല സ്വഭാവം,
ഭർത്താവിന്റെ ഉമ്മാനോട് എന്തോ ഒരു വെറുപ്പ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ ഭർത്താവിന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഭർത്താവിന്റെ ഉമ്മയെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിക്കുമ്പോഴാണ് എന്റെ ഭർത്താവിന്റെ സന്തോഷമെന്ന ചിന്ത ഈ പെണ്ണിനുണ്ടാകണം. ഇതുപോലെ ചില ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരെ സ്വഭാവം എന്താണ്? സ്വന്തം മകളോട് വലിയ സ്നേഹമാണ്, മകളെ ഭർത്താവിനോടും വലിയ സ്നേഹാദരവാണ്. അതേ സമയത്ത് സ്വന്തം മകന്റെ ഭാര്യയോട് എന്തോ ഒരു വെറുപ്പാണ്. ഇന്നാലില്ല, മകന്റെ ഭാര്യയും മകളെ ഭർത്താവും രണ്ടും സമമല്ലയോ? മകളെ ഭർത്താവിനോടുള്ള അതേ സ്നേഹം തന്നെ അതേ മകന്റെ ഭാര്യയോടും പ്രകടിപ്പിക്കണ്ടേ? രണ്ടും നമ്മുടെ മക്കളല്ലയോ? സുഹൃത്തുക്കളെ, നമ്മുടെ രഹസ്യം നന്നാകണം, പരസ്യം നന്നാകണം, കുടുംബജീവിതം നന്നാകണം, സ്വഭാവം നന്നാകണം. അങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും പരിശുദ്ധ ഇസ്ലാമിന് നിയമങ്ങളുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെ സട്ടാവിനോടുള്ള കടപ്പാട് വീട്ടണം. ആ കടപ്പാടിൽ ഏറ്റവും വലുതാണ് 5 നേരം റബ്ബിനോട് സംഭാഷണം നടത്തണം. അതല്ലേ 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരം അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യണം. ഇബാദത്തുകളെല്ലാം ഒരുപോലെയല്ല. ഇബാദത്തുകളെല്ലാം ഒരുപോലെയല്ല. നോമ്പെടുത്തുകൊണ്ട് നമ്മൾ അതേ ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ട്, നോമ്പെടുത്തുകൊണ്ട് കുളിച്ചിട്ടുണ്ട്, നോമ്പെടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് നടന്നിട്ടുണ്ട്. നോമ്പെന്ന് പറയുന്ന ഒരു വലിയ ഇബാദത്താണ്. അത് സുബഹി മുതൽ മഗ്രിബ് വരെ ആ ഇബാദത്തിലാണ്. ആ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയൂല. നമുക്ക് നിസ്കരിക്കുന്ന ഫോട്ടോ എടുക്കാൻ കഴിയും, അതുപോലെ ഹജ്ജിന്ന് ഫോട്ടോ എടുക്കാൻ കഴിയും, ഏത് ഇബാദത്തും ഫോട്ടോ എടുക്കാൻ കഴിയും. നോമ്പെടുക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തരുമോ നിങ്ങൾ? അത് എടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതൊരു രഹസ്യ പരിപാടിയാണ്. വാന അജിസീ ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അതേ മറ്റൊരാൾക്ക് ചിത്രം പിടിക്കാൻ കഴിയാത്തൊരു അമലാണത്. ആ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് അതെടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് ഓടാം, ചാടാം, നമുക്ക് പോകാം. ഇതുപോലെ ഹജ്ജ് എന്നൊരു ഇബാദത്തുണ്ട്. ആ ഇബാദത്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ തഹല്ലുല് വരെ നമുക്ക് അതാ തിന്നാം, കുടിക്കാം, പോകാം, നടക്കാം. പോരാ, ചിലപ്പോ ഓടണം, ചിലപ്പോ എറിയണം. അതൊക്കെ ഹജ്ജിൽ പെട്ടതാണ്. അതും പറ്റുന്നു നമുക്ക്. എന്നാൽ നിസ്കാരം ഇങ്ങനെയല്ല. നിസ്കാരത്തിലേക്ക് കടന്നാൽ പിന്നെ ഒരിറ്റ് വെള്ളം കുടിക്കാൻ പറ്റൂല, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എന്നല്ല നമ്മുടെ ശരീരം അനങ്ങാൻ പറ്റൂല. നിസ്കാരത്തിന് വേണ്ടിയുള്ള അനക്കമല്ലാതെ വേറെ ഒരനക്കവും പറ്റൂല. എന്റെ ചെറുപ്പക്കാരെ, നന്നായി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോ. പലര നിസ്കാരവും ബാത്തിലായി പോകുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കുന്നു, എന്റെ കുപ്പായം ചൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരെയും പരിപാടി എന്താണ്? കുപ്പായം ഇവിടെ പിടിച്ചൊന്ന് താഴ്ത്തി, ബേക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി. നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ്. നിസ്കാരം ബാത്തിലാക്കുന്നു. ഇതുപോലെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ അടക്കി ഒതുക്കി വെക്കുന്നതിന് പകരം പലരും സമിഅല്ലാഹു ലിമൻ ഹമിദ പിന്നിങ്ങനെ കൈ ഇങ്ങനെ ആടി 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 നിൽക്കുകയാണ്. നിസ്കാരം ബാത്തിലാവുകയാണ്. കൈ ആട്ടാൻ പറ്റൂല. അതേ, നിസ്കാരം എന്ന് പറയുന്നത് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അടക്കത്തോടെ ഒതുക്കത്തോടെ ചെയ്യേണ്ട ഇബാദത്താണ് നിസ്കാരം. 3 അനക്കം അനങ്ങിപ്പോയാൽ, തുടർച്ചയായ അനക്കം, നിസ്കാരത്തിലില്ലാത്ത അനക്കം വന്നുപോയാൽ നിസ്കാരം ബാത്തിലാണ്. നമ്മൾ മദ്രസേന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഇത് ഓർമ്മയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരമെന്ന ഇബാദത്ത് അത് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കണം. ആ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിനൊരുപാട് സംഗതിയുണ്ട്. ചിലര് സുജൂദ് ചെയ്യുന്നത് കാണുന്നു, കാലിന്റെ വിരലിങ്ങനെ മടക്കിയിട്ട് പുറം ഭാഗം സുജൂദിൽ വെക്കുന്നത് കാണുന്നു.
പറ്റൂല, സുജൂദ് ശരിയാകൂല. ആ വിരലിന്റെ പള്ളഭാഗം തന്നെ, അതെ, അതിന്റെ അടിഭാഗം തന്നെ നിലത്ത് കുത്തിവെക്കണം. പുറം ഭാഗം വെച്ചാ പറ്റൂല. ചിലര് സുജൂദിൽ കിടന്നിട്ട് കാലങ്ങ് പൊക്കിക്കളയുന്നു, അതും പറ്റൂല. ചിലര് സുജൂദിൽ പോകുന്നു, പക്ഷേ തലേക്കെട്ടിന്റെ മേലെ സുജൂദ് ചെയ്യുന്നു, സുജൂദ് ശരിയാകൂല. വേറെ ചിലര് മുടിയുടെ മേലെ സുജൂദ് ചെയ്യുന്നു, സുജൂദ് ശരിയാകൂല. വേറെ ചിലര് തക്ബീർ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ചൊല്ലിത്തീരുന്നതും ഉയർത്തിത്തീരുന്നതും ഒരേ സമയത്താകണം. പിന്നെ അത് മെല്ലെ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ താഴ്ത്തി വെക്കണം. സുബ്ഹാനല്ലാഹ്. ഈ അല്ലാഹു അക്ബർ പറയുമ്പോ പലരുടെയും തക്ബീർ ശരിയാകുന്നില്ല. എന്തേ ശരിയാകാത്തത്? പലരും പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹു എന്ന ഹു എന്ന അക്ഷരത്തിന് ശേഷം ഇനി നമ്മൾ മൊഴിയേണ്ട അക്ഷരം ഏതാണ്? നമ്മൾ ഉച്ചരിക്കേണ്ടത് അ എന്ന അക്ഷരമാണ്. അല്ലാഹു എന്ന സ്ഥലത്ത് അ. ഇനി നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്താണ്? അക്ബർ, അല്ലാഹു അക്ബർ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ചാരണം എങ്ങനെയാണ്? അല്ലാഹു അക്ബർ. അല്ലാഹു എന്നതിന് ശേഷം ഉച്ചരിച്ചത് വാ എന്ന വാവാണ് ഉച്ചരിച്ചത്. തക്ബീർ ശരിയായിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. അപ്പൊ എന്ത് വേണം? അല്ലാ എന്നത് തൊണ്ടയുടെ ആ തലക്ക് നിന്ന് മൊഴിയുന്നത് പോലെ, ഉച്ചരിക്കുന്നത് പോലെ, അക്ബർ എന്ന ആ എന്ന അക്ഷരവും തൊണ്ടയുടെ ആ തലക്ക് നിന്ന് തന്നെ ഉച്ചരിക്കണം. അപ്പൊ അല്ലാഹു അക്ബർ. അപ്പൊ ആ എന്ന ഉച്ചാരണം ശരിക്ക് കൃത്യമായിരിക്കണം. ഇതുപോലെ ധാരാളം പറയാനുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ എന്ന ലാമിന് സുകൂൻ ചെയ്യുന്നു, എന്നിട്ട് ഐന് ആ എന്ന അക്ഷരം ശരിക്കും ഒഴിഞ്ഞു ഓതുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പലരും അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോതുന്നു. ലാമിന് ശദ്ദീദാൽ ഫാത്തിഹ. അവിടെ ലാമിന് സുകൂൻ ചെയ്യണം, എന്നിട്ട് ആ എന്ന ഐന് അത് ശരിക്ക് ശ്രദ്ധിച്ചോതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി സുബ്ഹാനല്ലാഹ്, ചിലർ ഒതുവെടുക്കുന്നു. ആ ഒതുവെടുക്കുന്ന സമയത്ത് മുഖം കഴുകണം. ആ മുഖം പൂർണ്ണമായി കഴുകണം. സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താടിയെല്ലിന്റെ താഴെ അറ്റം വരെയാണ് മുഖത്തിന്റെ നീളം. ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയാണ് അതിന്റെ വീതി. ഈ സ്ഥലത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ശരിക്കും കഴുകിയിരിക്കണം. ചിലരിങ്ങനെ വെള്ളം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുഖത്തിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് തടയിക്കളിയും. നെറ്റി ശരിയാകൂല. അവിടെയൊക്കെ വെള്ളം ഒലിക്കണം. ഇത് നമ്മൾ പഠിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ചിലര് തല തടകുന്നു. തല തടകേണ്ടത് എങ്ങനെയാണ്? 4 മദ്ഹബിലും തല തടകേണ്ടത് അതേ നമ്മുടെ തല മുഴുവനുമാണ് തടകേണ്ടത്. എന്നാൽ ഒരാൾ കുറച്ച് തടകിയാൽ അവന്റെ വുളു ബാത്തിലാണെന്ന് വിധിക്കാമോ? വിധിച്ചുകൂടെ? അവിടെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു എന്റെ വുളു ബാത്തിലാണ് എന്ന് പറയണ്ട. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു എന്റെ വുളു ബാത്തിലാണെന്ന് തന്നെ പറയണം. സുബ്ഹാനല്ലാഹ്, അത് വലിയ വീക്ഷണ വ്യത്യാസമാണ്. ആ വ്യത്യാസത്തിന് കാരണം ഖുർആനിൽ അല്ലാഹ് തല തടകണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് തടയാലും തടകലാകൂലേ എന്ന് ശാഫിഈ ഇമാമിന്റെ ചോദ്യം. അല്ല, തല തടകണം എന്ന് അല്ലാഹ് പറഞ്ഞാൽ തീർത്തും അങ്ങ് തടകലല്ലേ? ഇത് മാലിക് ഇമാമിന്റെ മറുപടി. അപ്പൊ നമ്മളെന്ത് വേണം? തീർത്തും തടകുന്നവരാകണം, കുറച്ചല്ല തടകേണ്ടത്. അതുകൊണ്ട് ഫത്ഹുൽ മുഈൻ ശാഫിഈ മദ്ഹബിലെ കിതാബാണ്. ആ ഫത്ഹുൽ മുഈനിൽ പറയുന്നു, ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു. തല മുഴുവനും തടകൽ നിർബന്ധമാണെന്ന് മാലിക് ഇമാമിന് അഭിപ്രായമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാം തല മുഴുവനും തടകണം എന്നാണ് ഫത്ഹുൽ മുഈനിലുള്ളത്. ഒരാൾ കുറച്ച് തടകിയാൽ അയാൾ വുളു ബാത്തിലാണ് എന്ന് പറയണ്ട, നിസ്കാരം അടക്കണം എന്ന് പറയണ്ട എന്നേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചര്യയാണ് തല മുഴുവനും തടകുക. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ആ തല തടകുന്ന സ്ഥലത്ത് നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം തന്നെ തലയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വീണ മുടിയുടെ ഭാഗം തടകിയാ മതിയാകൂല. അപ്പൊ നമ്മൾ ശരിക്കും പൂർണ്ണമായി തന്നെ തടകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ ഇപ്പോഴുണ്ടോ നേരം വിളിക്കുന്നവരെ പറഞ്ഞാൽ തീരൂലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ തുടങ്ങി നമ്മളെ നിസ്കാരം പഠിക്കണം, വുളു പഠിക്കണം. ഇത് പഠിക്കാൻ നമുക്കെവിടെയാണ് വേദി?
ആ വേദിയാണ് മദ്രസ. മദ്രസ എന്ന് പറയുന്നത് ഇത് പഠിക്കാനുള്ള വേദിയാണ്. അത് മാത്രം പഠിച്ചാൽ പോരാ, പടച്ച റബ്ബിന്റെ 20 വാജിബായ സിഫത്ത് പഠിക്കണം, 20 മുസ്തഹീലായ സിഫത്ത് പഠിക്കണം, 1 ജായിസായ സിഫത്ത് പഠിക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിവരം വേണം. അതുപോലെ അമ്പിയാക്കളെ കുറിച്ച് വേണം, മലക്കുകളെ കുറിച്ച് വേണം. അങ്ങനെ എല്ലാ വിവരങ്ങളും ഉണ്ടാകണം. അതും പോരാ, കളവ് പറയാൻ പാടില്ല എന്ന് മക്കള് പഠിക്കണം. അത് മുസ്ലിമിനോടും പറയരുത്, അമുസ്ലിമിനോടും പറയരുത്, ശത്രുവിനോടും കളവ് പറയരുത്, അതേ അനുകൂലിയോടും പറയരുത്. ചതിക്കരുത്, ആരെയും ചതിക്കരുത്, വാക്ക് ലംഘിക്കരുത്, ആരോടും വാക്ക് ലംഘിക്കരുത്, ആരെയും ചീത്ത വിളിക്കരുത്. ഇതൊക്കെ നമ്മളെ ചെറിയ മക്കൾ തന്നെ പഠിക്കണം. അത് പഠിപ്പിക്കാനുള്ള വേദിയാണ് മദ്രസ. ആകയാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ കർമ്മങ്ങളും ഇസ്ലാമിന്റെ നയപരിപാടികളും ഇസ്ലാമിന്റെ സ്വഭാവവും അത് പഠിക്കാൻ സമൂഹത്തിനുള്ള ഏക സ്ഥാപനമാണ്, അഥവാ പിഞ്ചുമക്കൾക്ക് പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ് മദ്രസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസക്ക് ഒരു നിലക്ക് പറഞ്ഞാൽ പള്ളിയേക്കാൾ പ്രസക്തിയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ഒരാൾ ഫാത്തിഹ അറിയില്ലേ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? ഒതു അറിയില്ലേ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? നിസ്കാരം അറിയില്ലേ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? ആകയാൽ ഒരു നിലക്ക് പള്ളിയേക്കാൾ പ്രസക്തിയുണ്ട് മദ്രസക്ക്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, കുറ്റ്യാടിയിൽ ഞാൻ ചെന്നപ്പോ അവിടെ 11 മഹല്ലത്തുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും എല്ലാം സുന്നിയല്ലാത്തവർ പിടിച്ചടക്കിയിട്ട് അവരിങ്ങനെ കൈവശം വെച്ച് കൂടുകയാണ്. അവിടെ പോയിട്ട് ആദ്യം തുടങ്ങിയത് മദ്രസയാണ്. കാരണം മദ്രസയിൽ നിന്നാണ് കുട്ടികൾക്ക് അഖീദയും കർമ്മവും വിശ്വാസവും സ്വഭാവവും ഒക്കെ പഠിപ്പിച്ചിട്ട് വേണം സമൂഹത്തെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ആദ്യം തുടങ്ങിയത് മദ്രസയാണ്. കാരണം മദ്രസക്ക് വലിയ പ്രസക്തിയാണ്. നിങ്ങളെ നാട്ടുകാരനായ മൂസ സഖാഫി നിങ്ങളെ വീടുകളിലൊക്കെ വരാറുണ്ടാകും, കടകളിൽ വരാറുണ്ടാകും സിറാജുൽ ഹുദയുടെ പിരിവിന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വേണം, ആ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം അദ്ദേഹമാണ് എഴുന്നേറ്റ് നിന്നത്. നിങ്ങൾക്ക് ഓർമ്മ വേണം, അതേ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത കാലത്ത് ഓല ഷെഡ് കെട്ടിയിട്ട് പരിശുദ്ധ ദീനുണ്ടാക്കാൻ തുടങ്ങിയതാണ് ആ സ്ഥാപനം. അതിന്റെ പേര് റബ്ബ് ആ സ്ഥാപനത്തിന് വലിയ ഗുണഫലങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും പലരും എന്നെ നേർച്ച ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ആ സ്ഥാപനത്തിലേക്ക് ആര് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിവുള്ള രാജാവായ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളാരും കൊടുക്കുന്നവരല്ല, ഞങ്ങളെ സ്വന്തം കാര്യം തന്നെ നേടാൻ കഴിവുള്ളവരല്ല. കഴിവുള്ള റബ്ബ് നീയാണ്, അതവർക്ക് നീ കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, മദ്രസക്ക് വലിയ പ്രസക്തിയുണ്ട്. ആ മദ്രസയിൽ കുട്ടികൾ പഠിക്കുമ്പോ അവരെന്തേ പഠിക്കേണ്ടത്? അവരല്ലാന്റെ ദീനാണ് പഠിക്കേണ്ടത്. അവിടെ ഒരിക്കലും തന്നെ അതാ വലിയ വലിയ ആലിമീങ്ങൾക്കിടയിലുള്ള സംഘടനാപരമായ വ്യത്യാസമോ സംഘടനയുടെ പേരിലുള്ള സങ്കുചിതത്വമോ ആ പിഞ്ചു മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. മറിച്ച് സർവ്വ ആലിമീങ്ങളെയും ബഹുമാനിക്കണമെന്ന തത്വമാ പഠിപ്പിക്കേണ്ടത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന തത്വമാണ് പഠിപ്പിക്കേണ്ടത്. ആലിമീങ്ങളെ ബഹുമാനം ജനഹൃദയത്തിൽ നിന്ന് എടുത്തു പോയാൽ പിന്നെ ആലിമീങ്ങൾ എന്ത് പറഞ്ഞാലും ആലിമീങ്ങളെ ചോദ്യം ചെയ്യാൻ അനുയായികൾക്ക് മടിയുണ്ടാകൂല. ഇൽമിന്റെ മഹത്വമാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. മദ്രസയിലെ മക്കൾക്കും അത് തന്നെയാ പഠിപ്പിക്കേണ്ടത്. വേറെ ഒരു ആലിമിന്റെ ഗീബത്തോ വേറെ ഒരു ആലിമിനെ തരം താഴ്ത്തിയോ ദീന് പഠിപ്പിക്കുന്ന മദ്രസകളിൽ അധ്യാപനം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ദീന് അത് ശരിയായ വിധത്തിൽ നമ്മുടെ ചെറിയ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള മദ്രസ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിന് ചെലവഴിച്ച സംഖ്യ നിങ്ങൾക്ക് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അത് വലിയ പ്രതിഫലമുള്ളതാണ്.
തീരാത്ത ഫലങ്ങളുള്ളതാണ്. അവിടെ ഖുർആൻ പഠിപ്പിക്കുമ്പോ, ഖുർആൻ മക്കൾ ഓതി പഠിക്കുമ്പോ, അവിടെ ഹദീസുകൾ പഠിക്കുമ്പോ, സ്വഭാവം പഠിക്കുമ്പോ, നിസ്കാരവും നോമ്പും സക്കാത്തും വളുവും കുളിയും ഒക്കെ പഠിക്കുമ്പോ, അതനുസരിച്ച് ആ കുട്ടികളെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോ, അല്ലാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലുമുണ്ടെന്ന് ചിലര് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോ, അല്ലാഹു ഒരു സൃഷ്ടിയോടും തുല്യമല്ല എന്ന മദ്രസയിൽ നിന്ന് പഠിച്ച ആശയം ഉറപ്പിച്ച് നിർത്തി ഈമാൻ രക്ഷിക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന മനുഷ്യനാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനാണ്, ജിബ്രീലുമായി സംവദിക്കുന്ന മനുഷ്യനാണ്. സാധാരണ മനുഷ്യന് ജിബ്രീലിനെ കാണാൻ കഴിയൂല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. അമ്പിയാക്കളൊന്നും സാധാരണ മനുഷ്യരല്ല, അവര് മനുഷ്യരാണ്, പക്ഷേ സാധാരണ മനുഷ്യരല്ല. ഇങ്ങനെ ശരിയായ ഇസ്ലാമിന്റെ വിശ്വാസവും കർമ്മവും നമ്മുടെ ചെറിയ പിഞ്ചു മക്കളെ പഠിപ്പിച്ച് ബാപ്പയെ ബാപ്പയാണെന്ന് മനസ്സിലാക്കി, ഉമ്മയെ ഉമ്മയാണെന്ന് മനസ്സിലാക്കി നല്ല അതവും ഗുരുത്വവുമുള്ള മക്കളാക്കാൻ നമുക്കുള്ള വേദിയാണ് മദ്രസ. അതുകൊണ്ട് മദ്രസയ്ക്ക് എപ്പോഴും നമ്മൾ സഹായിക്കണം, സഹകരിക്കണം, മദ്രസ എപ്പോഴും ശക്തിപ്പെടുത്തണം. മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ശരിയായ മദ്രസകൾ സ്ഥാപിച്ച് നടത്തണം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മോമിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നവരാണ്. ഞാൻ തുടങ്ങിയത് അവിടെയാണ്. ഇവിടെ ആരും കാലകാലം താമസിക്കൂല. മഹാനായ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ഒരു വഅദ് പറഞ്ഞു. ആ വഅദ് ഇങ്ങനെ കേട്ടു. ഒരു ചെറുപ്പക്കാരൻ പിന്നെ സദസ്സിലൊന്നും വരുന്നില്ല. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, അവനെന്തേ കാണാത്തത്? അപ്പൊ പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ തന്നെ എവിടെയും പോലില്ല. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ പോയി. എന്താണ് മോനെ, നിന്നിപ്പോ എവിടെയും കാണാത്തത്? സുബ്ഹാനല്ലാഹ്, പല സംഗതി ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. എപ്പോഴും സദസ്സിൽ വരുന്നവനാ, ഇപ്പം വരുന്നില്ല. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്താ വരാത്തത്? അപ്പൊ പറഞ്ഞ് അയാൾ വലിയ കറാമത്താണ്. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ കാണാൻ പോയി. അത് വേറൊരു സംഭവമാണ്. അപ്പൊ കാണാൻ പോയപ്പോ ഇവനോട് ചോദിച്ചു, നീ എന്താ മോനെ ഇപ്പൊ ക്ലാസ്സിന് വരാത്തത്? എനിക്കും വലിയ കറാമത്തൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്താ കറാമത്ത് എന്ന് ചോദിച്ചു. അത് ഞാൻ രാത്രി എന്റെ വീട്ടിലിരുന്നാല് സുബ്ഹാനല്ലാഹ് ഒരു വലിയ പക്ഷി വരും, എന്നിട്ട് എന്നെ എടുത്ത് പറക്കും. അത് പറന്നിട്ട് ഒരു സ്ഥലത്തെത്തും. അവിടെ ചെന്നാൽ നല്ല വെള്ളക്കുപ്പായും തലയെക്കെട്ടൊക്കെ ഉള്ള നല്ല മഹാന്മാരായ ജനങ്ങൾ. അവിടെ നിന്ന് ഞാൻ കുറച്ച് നിസ്കരിച്ച് ഞാൻ അവിടെ വിശ്രമിച്ച് കിടക്കും. നേരം വെളുത്താല് ഞാൻ എന്റെ പുറക്കെത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ കറാമത്താണ്. അപ്പൊ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇന്ന് നിങ്ങൾ പോകുമ്പോ പോയാൽ അവിടെ എത്തിയ ഉടനെ ഞാൻ പറഞ്ഞിരുന്നത് ദിക്റൊന്ന് ചെല്ലണോ. മൂപ്പര മനസ്സിൽ വിഷമുണ്ട്, എനിക്ക് ഇനിയിപ്പം ദിക്റെല്ലാം വേണോ? ഏതായാലും എന്താ ദിക്റ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത്. ഈ ചെറുപ്പക്കാരനത് കേട്ടിട്ട് ഒരു പുച്ഛമനോഭത്തോടെ കേട്ടു. ഏതായാലും ഒന്ന് ചൊല്ലിയോക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ പറഞ്ഞ പോലെ തന്നെ പക്ഷി വന്നു, എടുത്തു കൊണ്ടുപോയൊക്കെ നടന്ന് അവിടെ എത്തിയതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന്, എന്തായാലും പഴയ ഉസ്താദല്ലേ, പറഞ്ഞൊന്ന് ചൊല്ലിക്കളിയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ സാഹൂ ഫറൂ, വെള്ളക്കുപ്പായവും തുണിയുമെടുത്ത് തലേക്കെട്ടും അണിഞ്ഞിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും ഒരൊറ്റ നിലവിളിയാണ്, ഒരൊറ്റ ഓട്ടമാണ്. പിന്നെ ഒരാളെയും കാണാനില്ല. പിന്നെ അവിടെ ഉള്ളത് എന്താണ്? നോക്കുമ്പോൾ അവിടെ കുറെ ശവങ്ങളാണ്.
കുറെ നജസുകളാണ്. അപ്പോഴാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന് ആത്മീയ ശക്തി ബോധ്യപ്പെടുന്നു. വന്ന് പറയുന്നു, ഉസ്താദേ മാപ്പാക്കണേ, അത്ഭുതത്തിന്റെ പിന്നാലെ പോയി പെട്ടുപോയതാണ്. അത്ഭുതം ശൈത്താനും പല അത്ഭുതവും കാണിക്കും, അതുകൊണ്ട് മാത്രം അതേ പോയിക്കൂടാ, ആലിമീങ്ങളെ വിട്ടു പോയിക്കൂടാ. ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു വഅദ് കേട്ട ചെറുപ്പക്കാരനെ കാണാതെയായപ്പോ ചെന്നു നോക്കി. എന്താ സംഗതി? സുഖമില്ലെന്നാ ജനങ്ങൾ പറയുന്നത്. ചെന്നു നോക്കിയിട്ട് ചോദിച്ചു, മോനെ നിനക്കെന്ത് പറ്റി? ഉസ്താദേ നിങ്ങൾ വഅദ് പറഞ്ഞില്ലേ, ആ വഅദിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ തൂലുൽ ഖുലൂദ്, സ്വർഗത്തിൽ കടന്നവർ ഖാലിദീന ഫീഹാ അബദാ, ഇനി ആ സ്വർഗത്തിന്ന് ഇറങ്ങലില്ല. ആ സ്വർഗത്തിൽ ഒരു ജലദോഷവും ഇല്ല, കൊരയുമില്ല, കൊറോണയില്ല, ഒരു രോഗവും ഇല്ല, ഒരു എതിരാളിയും ഇല്ല, ഒരു ശത്രുവില്ല. അവിടെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവിടെ അത് വോട്ട് മറിയലും ഇല്ല, അവിടെ അത് തീ പിടിക്കലും ഇല്ല, അവിടെ ഉരുള് പൊട്ടലും ഇല്ല, അവിടെ ഒരു രോഗവും ഇല്ല, ഒരു മുസീബത്തും ഇല്ല, കുറ്റം പറയുന്നവനും ഇല്ല, എതിർക്കുന്നവനും ഇല്ല, ആരുമില്ല. സന്തോഷം മാത്രം. കാണാനുള്ള മുഖങ്ങളോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വഹസുന ഉലൈക റഫീഖാ. അമ്പിയാക്കളാണ്, സഹാബികളാണ്, ഔലിയാക്കളാണ്, ആരിഫീകളാണ്, ഇമാമികളാണ്. ആ മഹാന്മാരെ കണ്ടുകൊണ്ട് അവിടെ കാലകാലം അതേ ഭാര്യക്കും ഒരു പ്രശ്നവും ഇല്ല, കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാൻ വിടാത്ത ഭർത്താവുമല്ല ഭാര്യയുമല്ല, കുരച്ചിട്ടുള്ള പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അവിടെയുള്ള ഒരു ഭക്ഷണത്തിലും ഒരു പോയിസനും ഭയപ്പെടേണ്ടതില്ല, അലർജിയും ഭയപ്പെടേണ്ടതില്ല. എല്ലാം സന്തോഷം മാത്രമുള്ളൊരു സ്വർഗലോകം. അതിന്റെ തൂലുൽ ഖുലൂദ് ഖാലിദീന ഫീഹാ അബദാ. അതേ നൂറല്ല, ആയിരമല്ല, കോടിയല്ല, കോടി 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 കോടി. എന്റെ മരണം വരെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞാ തീരാത്ത കാലം സ്വർഗത്തിലുള്ളവന് സ്വർഗത്തിൽ തന്നെ, കഠിനമായ നരകത്തിൽ ഈമാനില്ലാതെ പെട്ടുപോയാൽ അവനും അതാ ഖാലിദീന ഫീഹാ. ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ അവരും കോടി കോടി എത്ര കൊല്ലം കഴിഞ്ഞാലും ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ജീവിതം എന്ന് പറഞ്ഞൂടാ, മരണമൊന്നും പറഞ്ഞൂടാ. അവനെ ക്ലേശത്തിൽ തന്നെ. കുടിക്കാൻ കിട്ടുന്നത് സദീദ് ചലമാണ്, തിന്നാൻ കിട്ടുന്നത് വല്ലാത്ത മുള്ളാണ്. അവിടെ നിന്ന് വലിയ പ്രശ്നത്തിലാണ്. വയറ്റിലതാ കീടം, എണ്ണയുടെ കീടം തിളക്കും പോലെ കല്ലിൽ ഹമീം തിളച്ചു മറിയുകയാണ്. നരകത്തിലായി പോയ ഈമാനില്ലാതെ മരിച്ചു പോയവൾ കാലകാലമാ നരകത്തിൽ. ഈ 2 വിഷയം നിങ്ങളെ വാലിലങ്ങ് സൂചിപ്പിച്ചപ്പോ തൂലുൽ ഖുലൂദ്, നരകത്തിലുള്ള കാലം തീരാത്ത കാലത്തെ നരകയാതനയും കാലകാലം സ്വർഗത്തിലുള്ള സുഖവും, ഇത് രണ്ടും എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചപ്പോ എന്റെ മരണം എങ്ങനെയാണ്? ഈമാനോടെയാണോ അല്ല ഈമാന് കേടുവരുമോ? ആ ബേജാറിൽ എനിക്ക് സുഖമില്ല ഉസ്താദേ. ഓ സുഹൃത്തുക്കളെ, നമുക്ക് നല്ല ഈമാന് വേണം, ഉറച്ച വിശ്വാസം വേണം. നമ്മൾ എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും യജമാനനായ റബ്ബ് നമുക്ക് സ്വർഗം തരണമെന്ന നിലക്ക് അമല് ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിലക്ക് അമല് ചെയ്യണം.
അതിന് സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് മുഴുവനും അതിന് റബ്ബ് ഭാഗ്യം നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.